ഭരണഘടനാപരമായ പട്ടികജാതി പദവി ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് മാത്രമായി നിജപ്പെടുത്തിയ 1950 പ്രസിഡൻഷ്യൽ ഉത്തരവിന്റെ 3ാം ഖണ്ഡിക റദ്ദു ചെയ്ത് മതവിവേചനം കൂടാതെ അർഹരായ എല്ലാ വിഭാഗങ്ങളെയും പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ജാതി സെൻസസ് ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നും BCCFന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടന്ന പട്ടികജാതി ക്രൈസ്തവ സംഗമം ആവശ്യപ്പെട്ടു. ഈ ഉത്തരവ് മതസ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും അഭിപ്രായമുയർന്നു. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയാണ്. രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ മറികടക്കുന്നതിനാണ് പുതിയതായി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്രാന്റുകൾ യഥാസമയം വിതരണം ചെയ്യുക, പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷന് മതിയായ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. സമ്മേളനം BCCF പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നല്ല സമരക്കാരനെ കുറിച്ചാണ് അവർ പറയുന്നത്. സ്വന്തം കുടുംബത്തിലുള്ള, സ്വന്തം സഭയിലുള്ള, സ്വന്തം രക്തത്തിന്റെ രക്തം ഭക്ഷ്യമായ ക്രൈസ്തവന്റെ കാര്യം, ആ കാര്യം വരുമ്പോൾ യാതൊരു സാഹോദര്യവുമില്ല, സുവിശേഷവുമില്ല, യാതൊരു ഭരണഘടനാ മൂല്യങ്ങളുമില്ല, യാതൊരു സോഷ്യലിസവുമില്ല, യാതൊരു ജനാധിപത്യവുമില്ല, മണ്ണാങ്കട്ടയുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇനിമേൽ ഈ സാംസ്കാരിക കേരളം, സാംസ്കാരിക ഇന്ത്യ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് അത്യന്തം ലജ്ജാകരമാണ് എന്നാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ UN അസംബ്ലിയിൽ ഇന്ത്യയിലെ ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ചുകൊണ്ട് ദളിത് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 1950 പുറത്തിറക്കിയ ഭരണഘടന ഉത്തരവിലെ 3ാം ഖണ്ഡിക റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യയിലുള്ള പട്ടികജാതിക്കാർക്ക് തുല്യനീതി ഉറപ്പുവരുത്തണം എന്ന് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി PM രാജീവ് എബ്രാഹിം അധ്യക്ഷത വഹിച്ചു. KJ ചാക്കോ, IR സദാനന്ദൻ, പോൾ പൂങ്കൊടി, കുഞ്ഞിമോൻ മത്തായി, BC സുനിൽ, ബോബൻ K പോൾ, സോണിമോൻ PT, റജി ശങ്കർ, VD ജോസ്, CJ രാജു, KT ബർണബാസ് തുടങ്ങിയവർ സംസാരിച്ചു.